ഗൈസിന്റെ പുതിയ ഹെൽമെറ്റ് അങ്ങനെ ഡിസൈൻ. നമ്മൾ ഈ ഹെൽമെറ്റ് തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള കടയിൽ നിന്ന് മേടിച്ച് അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ചു പോയി അങ്ങനെ മേടിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ കടയുടെ കാര്യങ്ങളൊന്നും അറിയില്ല, അതിൻ്റെ ഷൂട്ട് ചെയ്യാൻ സമയം ഉണ്ടായില്ല, ഇതിന് തിരക്കായിരുന്നു. അപ്പോൾ ഹെൽമെറ്റ് നിങ്ങൾ വേണ്ടി കാണാം. ഗൈസിന്റെ പുതിയ ഹെൽമെറ്റ് അങ്ങനെ ഡിസൈൻ കണ്ടോ? എയറോഡൈനാമിക്സിന്റെ സാധനം എന്താ പറയും, ഫിസിക്സിന്റെ ഇതിൽ ഇതിന് ശേഷമുള്ള വീഡിയോ അത്ര ക്ലിയർ അല്ല. ഞങ്ങൾ ഒരു സ്ഥലത്ത് പോയിട്ട് വന്നിട്ട് എൻ്റെ ഉമ്മയും വലിയമ്മയൊക്കെ ചർച്ച ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വോയിസ് ബാക്ക്ഗ്രൗണ്ടിൽ പെട്ടുകൊണ്ട് ഞാൻ അത് റിമൂവ് ചെയ്തു. ഇതിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റിയ സ്വിച്ച് ബട്ടൺ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഇത് ഓപ്പൺ ആവും. പക്ഷേ എനിക്ക് ഫസ്റ്റ് നോക്കുമ്പോൾ മനസ്സിലായില്ല, ഇതിനുള്ളിലത്തെ ഒരു കാര്യം കറക്റ്റ് ചെയ്യാറുണ്ടായില്ല. ആ കടക്കാരോട് നിന്ന് കാണിച്ചെന്നെങ്കിലും എനിക്ക് മനസ്സിലായില്ലല്ലോ. അതങ്ങനെയാണല്ലോ, നമുക്കൊരു പുതിയ സാധനം കിട്ടുമ്പോൾ അപ്പം തന്നെ അത് ചെയ്യാറില്ലല്ലോ. എനിക്ക് ഫീൽ ചെയ്യാറുണ്ടായില്ല. അതിനുള്ളിലത്തെ ഒരു കൂളിംഗ് ഗ്ലാസ് ഇല്ലേ, അത് നിൽക്കുമ്പോൾ ആക്കണത്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. അവസാനം ക്ലിപ്പുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, എല്ലാം പഠിച്ച് സെറ്റായിട്ട്. അപ്പോൾ ഇപ്പോൾ കാണുമ്പോൾ നല്ല ഹെൽമെറ്റാണ്, സ്റ്റഡ്സിൻ്റെ ഹെൽമെറ്റാണ്. 1950 റുപ്പീസ് വന്നു. കടയിങ്ങനെ ഫോൾഡ് ചെയ്യാൻ പറ്റും. എൻ്റെ സാലറി സൈസ് അത്യാവശ്യം വലുതായതുകൊണ്ട് ഹെൽമെറ്റ് മേടിക്കാൻ കിട്ടിയില്ലേ ഹീറോന്ന്. അപ്പോൾ എനിക്ക് പാകമായില്ല, ആ ഹെൽമെറ്റ് മേടിക്കുന്നുണ്ട്. അപ്പോൾ സെപ്പറേറ്റ് ഒക്കെ മേടിക്കേണ്ടി വന്നു. അവർക്കൊരു ഹെൽമെറ്റ് തരായിരുന്നു, ശരി തന്നില്ല. അപ്പോൾ സെപ്പറേറ്റ് മേടിച്ചു. 1950 റുപ്പീസ് വന്നു. അപ്പോൾ ചില ഭാഗത്ത് ഓഡിയോ ഉണ്ട്, ചില ഭാഗത്ത് ഓഡിയോ ഇല്ല. അപ്പോൾ കറക്റ്റ് സിങ്ക് ആവാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം, അതിന് സോറി പറയണം. ചില ഭാഗത്ത് വിഷ്വൽസ് ക്ലിയർ അല്ലാണ്ട് പോകുന്നുണ്ട്, അതെന്താണെന്ന് എനിക്കറിയില്ല. ഹെൽമെറ്റൊക്കെ വെച്ച് നോക്കി, അത്യാവശ്യം സെറ്റാണ്, എനിക്ക് ഇഷ്ടമായി. നല്ല കളർ ഡിസൈനാണ്. ഞാൻ ഓഡിയോ ചില ഭാഗത്തുണ്ട്, ചില ഭാഗത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക, അതിന് സോറി. അപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കണം വിചാരിക്കുന്നു. ഇതിന് പിന്നെ വാറണ്ടി അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ട്. ഞാൻ കണ്ടപ്പോൾ പെട്ടെന്ന് ബ്ലിഡ്സ് പോലെ വന്നു പോയി, അറിയില്ല. ഞാൻ വളരെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാണ്. പിന്നെ തല സൈസ് കറക്റ്റ് പാകമുണ്ടായി. ഞാൻ സപ്പോർട്ട് തുറന്നാൽ വെക്കണ്ടേ, ഞാൻ ഡയറക്റ്റ് വെച്ചു, അത് തന്നെ തെറ്റൊക്കെയാണ്. ഇവിടെ എന്താ സാധനം ഞാൻ പറയണമെന്ന് കേൾക്കാം. സപ്പോർട്ട് സാധനം ഇതുപോലൊക്കെ ഇതിനുള്ളിലത്തെ വിൻഷീൽഡ് വരാനൊരു മെക്കാനിസം ഉണ്ടായിരുന്നു. അതാണെന്തോ പറഞ്ഞു. ആ ഇത് എടുത്തിട്ട് കാണിച്ചു. കുറച്ച് സ്പെസിഫിക്കേഷൻസ് പെട്ടിയുടെ വീഡിയോ ആണ് എടുത്തത്. ന്യൂസ് പഠിക്കാണ്ട് എനിക്ക് ഡിസൈൻ ഇഷ്ടമായി, ഫീൽ ചെയ്യട്ടെ. ഫീൽ ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഈ സാധനം ഇഷ്ടമായിരുന്നു, സപ്പോർട്ട് ചെയ്യണം. ഇത് വരാൻ പറ്റും, പിന്നെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. മൊത്തത്തിൽ ഉണ്ട് ഇവിടെ മുകളിൽ നോബൊക്കെ ഉണ്ട്. ഇതെന്തിനാണോ എയർ ഇൻടേക്കോ. ഓക്കെ, അത്ര ഉള്ളൂ. താങ്ക് യു. ഫസ്റ്റ് ഹെൽമെറ്റ് അടിച്ചപ്പോൾ ഒന്നും അറിയണ്ടായില്ല. ഇപ്പോൾ അത് തുറന്ന് ആ ബട്ടനൊക്കെ ആക്കിയിട്ട് കറക്റ്റ് വെച്ചിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് അത് കാർഡിടാനൊക്കെ മനസ്സിലായി. ഉള്ളിൽ ഇതാക്കണമെന്ന് വെച്ചാലേ അതിൻ്റെ ഇപ്പുറത്തൊരു നോബ് പോലത്തെ ഉണ്ട്, അതെന്ന് വെച്ചാൽ മുകളിലേക്ക് ആക്കിയാൽ ഉള്ളിലത്തെ ആ കൂളിംഗ് പേയ്മെൻറ്റ് ഇത് വരും. അത് 2 കൈ പിടിച്ചാക്കണം, ഇനി പഠിച്ചു തരണമല്ലോ, റെഡിയോ അങ്ങനെ ആക്കിയാൽ വരും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇന്ന് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം.